കണ്ണൂർ താണിയിൽ റോഡിലെ കുഴിയിൽ സ്കൂട്ടർ യാത്രികൻ അപകടത്തിൽപ്പെട്ടു. റോഡിന്റെ നടുവിലുള്ള കുഴിയിൽ തട്ടി സ്കൂട്ടറും യാത്രക്കാരനും തെറിച്ച് വീഴുകയായിരുന്നു. അമ്പരപ്പിക്കുന്ന ദൃശ്യമാണ്. തലനാഴിലേക്ക് വലിയ അപകടം ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നു. ആ കുഴി അത് ഒരു മുന്നറിയിപ്പ് പോലും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ്, എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്? ഈ അപകടത്തിൽപ്പെട്ട യാത്രക്കാരന്റെ സ്ഥിതി എങ്ങനെയുണ്ട്? പ്രതീഷ്, ഇന്ന് രാവിലെയായിരുന്നു ഈ സംഭവം നടന്നത്. അതായത് കണ്ണൂർ താണെ എന്നത് ദേശീയപാതയാണ്. ദേശീയപാതയിൽ താണയിലാണ് ഈ അപകടം സംഭവിച്ചത്. ഇപ്പോൾ ഈ കുഴി നികത്തിയിട്ടുണ്ട്. അതിവിടെ ഈ തൊട്ടടുത്തുള്ള കടയിലെ ചില ജീവനക്കാരെത്തിയിട്ടാണ് ആ കുഴി നേരെയാക്കിയിട്ടുള്ളത്, മണ്ണിട്ട് നേരെയാക്കിയിട്ടുള്ളത്. പലതവണ അധികൃതരോടൊക്കെ തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞതാണ്. കാരണം അപകടം പതിവായൊരു മേഖലയാണ്. ഇപ്പോൾ സ്കൂട്ടർ യാത്രക്കാരൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായെന്ന് പറയാം. കാരണം അതിന് മുൻപിലൊരു ലോറിയുണ്ട്, അതിന് പിന്നിൽ കാറുകളുണ്ട്. അപ്പോൾ വലിയൊരു അപകടമാണ് സംഭവിച്ചത്. പക്ഷേ പിന്നിലുള്ള കാറുകളൊക്കെ തന്നെ അവിടെ നിർത്തി. ആ ലോറിയിൽ അടിയിലേക്ക് ആ ബൈക്കുകാരൻ പോയില്ല. സ്കൂട്ടർ തെറിച്ചാണ് വീഴുന്നത്, യാത്രക്കാരന് വീഴുന്നത്. ഒരു പ്രധാനപ്പെട്ട പാത, ദേശീയപാതയിലാണ് നടുവിൽ ഇങ്ങനെ ഒരു കുഴി ഉണ്ടായതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടെയുള്ള ജീവനക്കാർ ഇവരാണ് ചേർന്നാണ് ആ കുഴി നികത്തിയതല്ലേ? ഇതിപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ സ്ഥിരം അപകടമാണ്. ഇത് 2023 സെപ്റ്റംബറിലാണ് ഈ ഒരു കുഴി രൂപപ്പെട്ടത്. അന്ന് ഗെയിലിൻ്റെ പണി നടക്കുന്ന സമയത്ത് ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് ഒരു മഴക്കാലത്ത് തന്നെയാണ്. അതിനുശേഷം നമ്മൾ അവരെ അറിയിക്കുകയും അവർ വന്നിട്ട് ഒരു റിപ്പയർ ചെയ്തു, ഒരു പ്രാവശ്യം ചെയ്തു. അതിനുശേഷം ഇപ്പോൾ 2025 വീണ്ടും അത് ഓപ്പണായി വന്നിട്ട് ഡെയിലി അപകടം വരുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ഒരു ബൈക്കുകാരൻ ബൈക്ക് സ്കിഡായി വീണ് നല്ലൊരു ചെറിയ രീതിയിലായാലും ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ എത്രയും പെട്ടെന്ന് ഇത് എന്തെങ്കിലും ചെയ്യണം എന്ന രീതിയിൽ ഒരു CPOയുടെ കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ എല്ലാ ജീവനക്കാരും കൂടിയിട്ട് മണ്ണിട്ടിട്ട് അത് നികത്തിയിട്ടുണ്ട്. എന്നാൽ അതൊരു ശാശ്വതമായിട്ടുള്ള ഒരു അവസ്ഥയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറുള്ള മണ്ണാണ്. തീർച്ചയായിട്ടും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അത് ആ കുഴി വീണ്ടും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് അധികാരികൾ അത് വേണ്ടത് ചെയ്യണമെന്നുള്ളതാണ്. നമ്മുടെ ഷോറൂമിൻ്റെ മുന്നിൽ തന്നെയാണ്, നമുക്കിത് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. എല്ലാ ദിവസവും ഓരോ അപകടങ്ങളാണ് കേൾക്കുന്നത്. രാത്രിയായി കഴിഞ്ഞാൽ അടുത്ത പെട്രോൾ പമ്പിലെ ജീവനക്കാർ നമ്മളോട് പറയും ഇന്ന ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നില്ല. കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങൾ അറിയിക്കാനും ശ്രദ്ധിച്ചത്. ചേട്ടാ, നേരത്തെ ഒരു സ്ത്രീയും വീണു. ഇന്ന് കാലത്ത് വീണായിരുന്നു 8:30 മണിക്ക് സമയത്ത്. ഇന്നത്തെ ദിവസം എത്ര അപകടം ഉണ്ടായി? ഇന്ന് 2ആയി. ഇതടക്കം പയ്യൻ വീണതിന് മുന്നേ പെങ്കൊച്ചു വീണ് അതിനടക്കം 2 പേരായി. ഇന്നത്തെ കുട്ടിക്ക് പരിക്കുണ്ടായോ? ഇല്ലല്ലോ, ഒന്നും പറ്റില്ല. ഡിവൈഡറിനെ അടിച്ച് വണ്ടി നിന്നു. അത് കാരണം കൂടുതലൊന്നും സംഭവിച്ചില്ല. അത് തന്നെയാണ് ഇവിടെയുള്ള പറയുന്നത്. ഈ ജീവനക്കാരാണ് ഈ മണ്ണ് ഇട്ട് മൂടിയിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, മഴ പെയ്താൽ ആ മണ്ണ് പോകും, വീണ്ടും ആ കുഴി പഴയ രൂപത്തിലേക്ക് വരും. അങ്ങനെ വന്നാൽ വീണ്ടും അപകടം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഏതായാലും എത്രയും വേഗം ഇതിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നതാണ് യാത്രക്കാരുടെയും ഈ പ്രദേശവാസികളുടെയും ഒക്കെ തന്നെ ആവശ്യം. ഫെലിക്സ്, നാട്ടുകാരൊക്കെ തന്നെ പറയുന്നതനുസരിച്ചാണെങ്കിൽ കാലങ്ങളായി നേരത്തെയും ഈ കുഴി അവിടെ ഉണ്ടായിരുന്നു, പലപ്പോഴും പരാതിപ്പെട്ടു. ഇപ്പോൾ ഒരാളുടെ ഒരു ജീവൻ പോലും നഷ്ടപ്പെടാവുന്ന രീതിയിലേക്ക് ഒരു അപകടം ഉണ്ടായപ്പോഴാണ്, അതും നാട്ടുകാർ തന്നെ, അവിടെയുള്ള സന്മനസ്സുള്ള ആളുകൾ ചേർന്നാണ് ആ കുഴി അടയ്ക്കുന്നത്. ബന്ധപ്പെട്ടവരാരും ഇത് കണ്ടില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ഗൗരവം. 2023 തൊട്ട് ഈ കുഴി ഇവിടെയുണ്ട്. അതായത് ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് ഇതിനടിയിൽ കൂടി പൈപ്പ് ലൈൻ പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ആദ്യം ഇവിടെ ഈ പൊട്ടലുണ്ടാകുന്നത്. പിന്നീട് മഴക്കാലത്തൊക്കെ ഇവിടെ ചെളി ഉണ്ടാകും, അപകടങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നൊരു മേഖല ഇവിടെ മാറി. അതായത് കണ്ണൂരിൽ നിന്നും തലശ്ശേരിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. ധാരാളം ബസ്സുകൾ, ധാരാളം വാഹനങ്ങൾ പോകുന്നൊരു വഴിയാണ്. കണ്ണൂർ നഗരത്തോട് ചേർന്നുള്ളൊരു പ്രദേശം. അവിടെയാണ് റോഡിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു കുഴി ഉണ്ടായിട്ടും അത് പരിഹരിക്കപ്പെടാതിരുന്നത്. അങ്ങനെയാണ് ഈ അപകടങ്ങൾ പതിവാകുകയും അതായത് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ആ സ്കൂട്ടർ യാത്രികൻ തെറിച്ചാണ് വീഴുന്നത്. ഒരു വാഹനത്തിൻ്റെ അടിയിലേക്കാണ് വീഴുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതാണ്.
2023 മുതൽ ഇത് സംഭവിക്കുന്നു. ഇതിപ്പോൾ 2 വർഷമായി ഇത് പൂർണ്ണമായും പരിഹരിക്കാൻ ഏതായാലും ആരെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി തന്നെയാണ് ഈ കുഴി ഉണ്ടാക്കുന്നത്.